MSC എൽസ 3 കപ്പലപകടത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 1227.62 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഡ്മിറാലിറ്റി സ്യൂട്ടിനെ തുടർന്നാണ് നടപടി. വിധി അനുകൂലമായാൽ പലിശ തുക ഉൾപ്പെടെ സംസ്ഥാനത്തിന് ലഭിക്കും. 2025 മെയ് 24-നാണ് കേരള തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്നുണ്ടായ എണ്ണച്ചോർച്ച, പരിസ്ഥിതി മലിനീകരണം, കണ്ടെയ്നറുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടത് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി 9,531 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും സമുദ്രത്തിന്റെ പരിസ്ഥിതിയിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചു എന്നതും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സൂട്ടിനെ തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിലാണ് ബാങ്ക് ഗ്യാരണ്ടിയായി കമ്പനി 1227.62 കോടി രൂപ കെട്ടിവെച്ചത്. ഇതോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തടഞ്ഞുവച്ചിരുന്ന MSC അക്വിറ്റേറ്റ 2 കപ്പൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വാദിക്കുന്നത്. വിധി അനുകൂലമായാൽ പലിശ തുക ഉൾപ്പെടെ ഈ തുക സംസ്ഥാനത്തിന് ലഭിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.